DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, പശ്ചിമേഷ്യയിൽ തുടരുന്ന പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ മാസം 9, 10, 11 തീയതികളിൽ നടത്താനിരുന്ന പരീക്ഷകളാണ് മാറ്റിയത്. കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇറാനിലെയും പരീക്ഷകൾ മാറ്റിയതായി CBSE അറിയിച്ചു. ഈ മാസം 10-ന് സാഹചര്യം വീണ്ടും വിലയിരുത്തിയ ശേഷം 12ാം തീയതി മുതലുള്ള പരീക്ഷകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും CBSE അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം ഒരു ഓട്ടോറിക്ഷയ്ക്ക് 30,000 രൂപയാണ് സബ്സിഡിയായി ലഭിക്കുന്നത്. നിലവിൽ ആദ്യമായി അപേക്ഷിക്കുന്ന 1000 പേർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുക. ഇതിൽ പകുതി അപേക്ഷകൾ, അതായത് 500 എണ്ണം, സ്ത്രീകൾക്കായി പ്രത്യേകമായി സംവരണം ചെയ്തിട്ടുണ്ടെന്നത് വനിതാ സംരംഭകർക്ക് വലിയൊരു അവസരമാണ്. താൽപ്പര്യമുള്ളവർക്ക് വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ mvd.kerala.gov.in വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മാർച്ച് 4 മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ഗ്യാസ് വിലവർധനവിന് തൊട്ടു പിന്നാലെ രാജ്യത്ത് പാചകവാതക സിലിണ്ടർ ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുവരെ 17 ദിവസം കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. 2 സിലിണ്ടർ ഉള്ളവർക്ക് ഇനി 30 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ സർവീസുകളുടെ കുറവ് മൂലം ഊർജ്ജ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സമാണ് പാചകവാതക ക്ഷാമത്തിനിടയാക്കുന്നത്. സിലിണ്ടർ വിതരണം പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി ഗ്യാസ് ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, കഴിഞ്ഞ വർഷം രൂക്ഷമായ വരൾച്ച നേരിട്ട കർഷകർക്ക് ആശ്വാസമായി സർക്കാർ ധനസഹായം അനുവദിച്ചിരിക്കുകയാണ്. ഇതിനായുള്ള ഫണ്ട് സർക്കാർ ഇതിനോടകം തന്നെ റിലീസ് ചെയ്തു കഴിഞ്ഞു. അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക DBT, അതായത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തുന്നതാണ്. വിതരണം സംബന്ധിച്ച അറിയിപ്പുകൾ മൊബൈൽ സന്ദേശമായി ലഭിക്കണമെന്നില്ലാത്തതിനാൽ കർഷകർ തങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ കൃഷിയിടങ്ങളിൽ മൈക്രോ സ്പ്രിംഗ്ലർ, ഡ്രിപ്പ് ഇറിഗേഷൻ തുടങ്ങിയ ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് സബ്സിഡി ലഭ്യമാണെന്നും ഇതിനായി കൃഷിഭവനുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി DCB മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.